നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിൽ തിങ്കളാഴ്ച ബെൽ മുഴങ്ങും. വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് പ്രവേശനോത്സവത്തോടെ. വെട്ടുകേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. താനൂർ അഞ്ചുടി സ്വദേശി മുത്താട്ട് റാസിക്കിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. 13 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. സ്വാതന്ത്ര്യ സമരങ്ങളെ ആകെ വക്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് TN പ്രതാപൻ MP. 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 7167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 334 പേർക്ക് രോഗം, 560 പേർക്ക് രോഗമുക്തി. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിൽ തിങ്കളാഴ്ച ബെൽ മുഴങ്ങും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്നും ആശങ്ക വേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ്. നാളെ രാവിലെ 8:30 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവേശനോത്സവത്തോടെയുള്ള സ്കൂൾ തുറക്കൽ. കൃത്യമായ മുന്നൊരുക്കങ്ങളുമായാണ് സ്കൂൾ തുറക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായെന്നും ആശങ്ക വേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ എടുക്കാത്ത രക്ഷിതാക്കളുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. 8-9 ക്ലാസുകൾ ഒഴികെ മുഴുവൻ ക്ലാസുകളും നവംബർ 1 തന്നെ തുടങ്ങും. 15 മുതൽ 8-9 ക്ലാസുകളും +1 കൂടി തുടങ്ങും. ആദ്യ 2 ആഴ്ച ഉച്ചവരെയാകും ക്ലാസുകൾ. ഒരു ക്ലാസ്സിലെ 2ആയി വിഭജിച്ച് കുട്ടികൾ ഒരുമിച്ചെത്തുന്ന ഒഴിവാക്കിയാകും ക്ലാസുകൾ നടക്കുക. ബാച്ചുകൾ സ്കൂളുകൾക്ക് തിരിക്കാം. ഓരോ ബാച്ചിനും തുടർച്ചയായ 3 ദിവസം ക്ലാസ്. അടുത്ത ബാച്ചിന് അടുത്ത 3 ദിവസം ക്ലാസ്. ഓരോ ഗ്രൂപ്പിനെയും ബയോ ബബിളായി കണക്കാക്കിയാവും പഠനം. രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയത്തിനിടയ്ക്ക് ക്ലാസുകൾ തുടങ്ങണം. കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ സ്കൂളിൽ പ്രവേശിക്കരുത്. ഉച്ചഭക്ഷണം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം. ഇതൊക്കെയാണ് പൊതുനിർദ്ദേശങ്ങൾ. ആദ്യ 2 ആഴ്ചത്തേക്ക് ശേഷം ക്ലാസ്സിലെത്തേണ്ട കുട്ടികളുടെ എണ്ണം, ഷിഫ്റ്റ് എന്നിവടക്കമുള്ള മാറ്റമുണ്ടാകും. 2400 തെർമൽ സ്കാനറുകൾ സ്കൂളിലേക്ക് വിതരണം ചെയ്തു. ആദ്യ 2 ആഴ്ച ഹാജർ രേഖപ്പെടുത്തില്ല. ആത്മവിശ്വാസം കൂട്ടുന്നതിനായുള്ള പഠനം മാത്രമാകും ആദ്യ ആഴ്ചകളിൽ. ഇനിയും വാക്സിൻ എടുക്കാത്ത 2282 അധ്യാപകരോട് തൽക്കാലത്തേക്ക് സ്കൂളിലേക്ക് വരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15452 സ്കൂളുകളിലായി 42,65,273 കുട്ടികളുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. സ്കൂളിലെത്തുന്ന കുട്ടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. വിദ്യാലയങ്ങളും കലാലയങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. നിലവിൽ ജില്ലയിലെ കോവിഡ് രോഗികളാവുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും സ്കൂളുകളും കോളേജുകളും തുറന്നു പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ അടുത്തിടപഴകുന്ന മൂലം കോവിഡ് വ്യാപിക്കാൻ സാധ്യതയേറെയാണ്. കുട്ടികൾക്ക് കോവിഡ് രോഗം വന്നാൽ ആ ക്ലാസ് നിർത്തിവെക്കുകയും കൂടുതൽ കുട്ടികൾക്ക് വന്നാൽ സമ്പർക്കത്തിൽ വന്ന കുട്ടികൾ മുഴുവൻ ക്വാറന്റൈനിൽ പോവുകയും സ്കൂൾ വീണ്ടും അടച്ചേണ്ടി വരികയും ചെയ്യും. ഈ അവസ്ഥ വരാതിരിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളായ മാസ്ക് ധരിക്കൽ, കൈകൾ അണുവിക്തമാക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ എന്നിവ കൃത്യമായി പാലിക്കേണ്ടതാണ്. അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് സഹായിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ അണിഞ്ഞൊരുങ്ങി ALP സ്കൂൾ പൂർവ്വം. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടുപോയ കുരുന്നുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് മഹാമാരി കാരണം 17 മാസമായി വീടുകളിൽ ഓൺലൈൻ പഠനവുമായി മുന്നോട്ടു പോകുന്ന കുരുന്നുകളെ വിദ്യാലയത്തിലേക്ക് വരവേൽക്കാൻ പൊരൂർ VMHM LP സ്കൂൾ തയ്യാറായി കഴിഞ്ഞു. മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടുപോയ കുരുന്നുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒട്ടേറെ കാഴ്ചകളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ പൂന്തോട്ടവും അതിലൊരു കുട്ടിക്കുളവും വെള്ളച്ചാട്ടവും പുത്തൻ പ്രതീക്ഷകളുമായി വിദ്യാലയത്തിലെത്തുന്ന കുട്ടികളുടെ മനസ്സിനെ ഇനി മുതൽ കൂടുതൽ സന്തോഷത്തിന്റെ നാളുകളിലേക്കാണ് കൊണ്ടുപോവുക. സ്കൂൾ ചുമരുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്ന വിവിധ തരത്തിലുള്ള ചിത്രങ്ങളും ഒരുക്കിയത് കുട്ടികളിൽ എപ്പോഴും ജാഗ്രത ഓർമ്മപ്പെടുത്തലുകൾക്ക് അവസരം നൽകുന്നതാണ്. എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കുക, കൈകൾ ശുചീകരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക എന്നിങ്ങനെ വിവിധ നിർദ്ദേശങ്ങളാണ് സ്കൂൾ ചുമരിൽ ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും ഹൈടെക് ആണെന്നതാണ് മറ്റൊരു പ്രത്യേകത. സ്കൂൾ കവാടത്തിന് മഴവിൽ നിറങ്ങളും ക്ലാസ് മുറികളിൽ ബെഞ്ചുകൾക്ക് ആകർഷകമായ നിറങ്ങൾ നൽകിയും കുരുന്നു മനസ്സുകളിൽ ആവേശം പകരുവാൻ ഈ പ്രൈമറി വിദ്യാലയം ഒരുങ്ങിയിരിക്കുകയാണ്. തിരികെ സ്കൂളിലേക്ക് വട്ടം HMLP സ്കൂൾ മനോഹരമാക്കി. ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു.
വെട്ടം AHM-LP സ്കൂളിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും വെട്ടം ഗ്രാമപഞ്ചായത്ത് സ്കൂളുകളിൽ ടോയ്ലറ്റ് പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 3 ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അധ്യാപക രക്ഷാകർതൃ കൂട്ടായ്മയിൽ ഹൈടെക് വൽക്കരിച്ച ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഓരോ ജില്ലയിലും എല്ലാ ജില്ലകളിലും ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും യോഗ്യരായ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ സൗകര്യം നൽകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി സർക്കാരിന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ വർഷം താൽക്കാലികമായ ബാച്ചുകളെങ്കിലും നൽകി താൽക്കാലിക ആശ്വാസത്തിന് ഇടവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടങ്ങളിലും അധിക സീറ്റ് അൺഎയ്ഡഡ് മേഖലയിലേക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഇപ്പോൾ അവർക്ക് സാമ്പത്തികമായി ഗവൺമെന്റിന് ബാധ്യതയില്ലാതെ അത് വീണ്ടും ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും സ്വകാര്യ മേഖലയിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് സർക്കാർ തലങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളത് നിലനിർത്തി പുതിയ ഒരു സംരംഭവും പുതിയൊരു സ്വകാര്യ മേഖലയിലേക്ക് ജനങ്ങൾ ആകർഷിക്കാതെ കുട്ടികളെ ആകർഷിക്കാതെ നിലനിർത്താൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ജനകീയമായി ഇടപെടുന്ന മുഴുവൻ ആളുകളുടെയും ഒരു അഭിപ്രായമായി മാറേണ്ടതുണ്ട് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈനുദ്ദീൻ ഉപഹാരം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിജ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP അബ്ദുൽ നാസർ, വെട്ടം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനന്ദ, റിയാസ് ബാബു, K ആയിഷ, വാർഡ് മെമ്പർ രാധ, സ്കൂൾ മാനേജർ K മുഹമ്മദ് കാസിം, PTA പ്രസിഡന്റ് സുരേഷ് ബാബു, U മുഹമ്മദ് അബൂബക്കർ എന്നിവർ സംസാരിച്ചു. വൈവിധ്യപൂർണ്ണമായാണ് ക്ലാസ് മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആകാശ കാഴ്ചകൾ, കടൽ കാഴ്ചകൾ, കാട്, സ്വതന്ത്ര സമര ചരിത്ര സംഭവങ്ങൾ എന്നിവ കൊണ്ട് ഓരോ ക്ലാസും ക്രമീകരിച്ചത് കുട്ടികൾക്കും നവ്യാനുഭവമാകും. സ്കൂളിലെ വികസന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളിലെ വികസന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2020-21 വർഷത്തെ SLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച വിജയം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മണ്ഡലത്തിൽ MLA ആണോ താമസിപ്പിച്ചത്? നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ പ്ലാനിംഗ് ഇല്ലാതെ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ആരാധന പേരെടുത്ത് പറഞ്ഞത്. വേണമെങ്കിൽ പേരെടുത്ത് പറയാൻ എനിക്കൊരു മടിയില്ല. നിങ്ങളെ ഒന്നും സൗജന്യമായിട്ടല്ല ഇത് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഭാവിയിൽ വളർന്നു വരുന്ന അവരുടെ കൃത്യമായുള്ള പഠന സംവിധാനത്തിനും അവരെ കായികമായിട്ടുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എത്ര കോടി രൂപയാണ്? ഏത് വിദ്യാലയത്തിലാണ് ഇത്രയും അധികം സൗകര്യങ്ങൾ വന്നിട്ടുള്ളത്? ദേവദാറിന് പോലും ഇത്രയും അധികം സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തില്ല. അവിടെ കൊടുത്ത് 10 കോടി രൂപയാണ്. ഇവിടെ ഏകദേശം 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു പുതിയ വിദ്യാലയത്തിന് വേണ്ടി നമ്മൾ അനുവദിച്ചിരിക്കുകയാണ്. അത് കൃത്യമായി പൂർത്തിയാക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ടായിരുന്നു. അത് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഈ സർക്കാരിനെയോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അല്ല. നിങ്ങൾ പറഞ്ഞ പ്രിൻസിപ്പൾ പറഞ്ഞ കറക്റ്റാണ്, ചെയ്യണം. ഇപ്പൊ പരിമിതികളുണ്ട്. പക്ഷെ അന്നത് കൃത്യമായി ചെയ്യുകയായിരുന്നെങ്കിൽ കോവിഡിന്റെ പശ്ചാത്തലം വന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ മുഴുവൻ പണി പൂർത്തിയാക്കി ഇന്ന് വിദ്യാലയം തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു അസൗകര്യം കൂടാതെ കടന്നു വരാനുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നു. താനൂർ കാട്ടിലങ്ങാടി റോഡ് നൂതനമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി മതിയായ തുക വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് TP കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. കൗൺസിലർമാരായ സുചിത്ര സന്തോഷ്, ആരിഫ സലീം, രാധിക ശശികുമാർ, SMC ചെയർമാൻ T പുരുഷോത്തമൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ, പ്രിൻസിപ്പൽ ഷംനാഥ്, ഷാജി, സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. 36 വർഷമായി സ്കൂളിൽ ഉച്ചക്കഞ്ഞി പാചകം നിർവഹിച്ച് ജോലിയിൽ നിന്ന് വിരമിച്ച സരോജിനി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. തിരുനാവായ ALP സ്കൂളിലേക്ക് ഹിന്ദു സേവാ സമിതി തിരൂർ മാസ്കും സാനിറ്റൈസറും നൽകി. ഈ തന്ന സഹകരണത്തിനും സഹായത്തിനും വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെയധികം പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ. അപ്പോൾ ഞങ്ങളിവിടെ കമ്പ്യൂട്ടർ ലാബുണ്ട്. വളരെ പരിമിതമായ കമ്പ്യൂട്ടറേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ. അപ്പോൾ നിങ്ങളെ ഒരു സഹായം അതിലേക്ക് കൂടി ഞങ്ങൾ എത്തിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇന്ന് കിട്ടണം, നന്നായിരുന്നു. തീർച്ചയായിട്ടും. സ്കൂളിന് വേണ്ടി PTA പ്രസിഡന്റ് സിറാജ് പറമ്പിൽ ഏറ്റുവാങ്ങി. സേവാ സമിതി ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് ഗണേശൻ തൃപ്രങ്ങോട്, ട്രഷറർ മനോജ് കറുകയിൽ, P രാജൻ, രതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാള സർവകലാശാലയ്ക്കായി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമർപ്പിച്ച തുഞ്ചത്തെഴുത്തച്ഛന്റെ ഛായാചിത്രം വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അനാച്ഛാദനം ചെയ്തു.
അക്ഷരം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വരയുടെ കുലപതി RTC നമ്പൂതിരി ഒരുക്കി മലയാള സർവകലാശാലയ്ക്ക് സമർപ്പിച്ച ഛായാചിത്രത്തിന്റെ അനാച്ഛാദനം വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ നിർവഹിച്ചു. ജീവിതവൃത്താന്തത്തെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ കുറവാണെങ്കിലും നൂറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിലുള്ള എഴുത്തച്ഛന്റെ ഭാവനാചിത്രം മലയാള സർവകലാശാല അതിൻ്റെ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ മംഗള മുഹൂർത്തത്തിൽ വരയുടെ കുലപതിയായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ തന്നെ അദ്ദേഹം വരച്ച ഒരു ഛായാചിത്രം തന്നെ എഴുത്തച്ഛൻ്റെ ഛായാചിത്രം തന്നെ നമുക്ക് അനാച്ഛാദനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അക്ഷരം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ തിരൂർ MLA കുറുക്കുളി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി വനിതാ ഹോസ്റ്റൽ, ബസ്, ലാബുകൾ, കോർട്ട്, ഈ 4 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി പരമാവധി കാര്യങ്ങൾ ലഭ്യമാക്കാൻ, എത്രയും എളുപ്പത്തിൽ ലഭ്യമാക്കാൻ പരിശ്രമിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഒതുങ്ങുന്ന സംഗതികൾ ചെറുതൊക്കെ കഴിയുള്ളൂ, നിങ്ങൾക്കറിയാം. വലിയ ഇത് കഴിയാത്ത സാഹചര്യം അതിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വൈകിയാൽ പോലും ഒരു 2 വർഷം കൊണ്ടെങ്കിലും അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഞാൻ പരിശ്രമിക്കും എന്ന് ഒരു ഉറപ്പ് കൂടി ഞാൻ തരികയാണ്. പരിപാടിയിൽ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ റെജിമോൻ, സാഹിത്യകാരൻ KP രാമനുണ്ണി, ഡോക്ടർ KM അനിൽ, ഡോക്ടർ KV ശശി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അനിൽ വള്ളത്തോൾ രചിച്ച പ്രവീൺ കാപ്പറം ആലപിച്ച ഭാഷാഷ്ടപതിയുടെ ദൃശ്യാവിഷ്കാരം സർവകലാശാല സാഹിത്യ പഠന സ്കൂൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K ശുഭ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ചു. മരുവും നാട്ടിലും ചെന്നു ചേർന്നു, കാറ്റെങ്ങും വീശീദിക്കിൽ പരിമളഭരിതം നാമതിൽ ചേർന്നലിഞ്ഞു. ഇടവേള. വാർത്തകളിൽ തുടർന്നു. വെട്ടുകേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. താനൂർ അഞ്ചുടി സ്വദേശി മൂത്താട്ട് റാസിക്കിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. താനൂർ അഞ്ചുടിയിൽ വെട്ടുകേസടക്കം വിവിധ കേസുകളിൽ പ്രതിയായയാളെ പോലീസ് പിടികൂടി. അഞ്ചുടി മൂത്താട്ട് റാസിക്കിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന CP സലാമിനെ വെട്ടിയ കേസുൾപ്പെടെ തീരദേശത്തെ നിരവധി കേസുകളിൽ പ്രതിയായ റാസിക്ക് വിദേശത്തു നിന്നും എത്തിയെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് താനൂർ പോലീസ് വിദഗ്ധമായി ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വിവിധ വകുപ്പുകളിൽ കേസെടുത്തു. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഫോട്ടോ ജേർണലിസ്റ്റ് ഷമീർ ഊർപ്പള്ളി തയ്യാറാക്കിയ ആർമി കാളിംഗ് പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവദാസിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പൊതുസമൂഹത്തിന് ആർമിയെ പരിചയപ്പെടുത്തുന്നതിനും യുവാക്കൾക്ക് സൈന്യത്തിൽ ചേരുന്നതിന് സഹായകരമായ രീതിയിൽ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് ഉൾപ്പെടുത്തി സിറാജ് ദിനപത്രം ഫോട്ടോ ജേർണലിസ്റ്റ് ഷമീർ ഊർപ്പള്ളി തയ്യാറാക്കിയ ആർമി കാളിംഗ് എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനവും ജില്ലയിലെ ലൈബ്രറികൾക്കുള്ള പുസ്തക കൈമാറ്റവും താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിൽ നടന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവദാസിന് പുസ്തകം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ യുവാക്കള് ധൈര്യമുള്ള നമ്മുടെ യുവാക്കളെ ആ ഒരു തൊഴിൽ മേഖല സത്യത്തിൽ സെക്യൂരിറ്റി മാത്രമല്ല, ഒരു തൊഴിൽ മേഖല കൂടിയാണ് പട്ടാളം. അവിടെ എത്തിക്കാൻ ഉതകുന്ന ഒരു വഴികാട്ടിയായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് പരിചയപ്പെടുത്തിയത്. ഒരു തൊഴിൽ സാധ്യത അതിൽ പറയുകയില്ല. കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികൾക്കും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ NCC NSS SPC യൂണിറ്റുകൾക്കും ഇതിനകം പുസ്തകം നൽകിയിരുന്നു. പ്രസ്തുത പുസ്തകം സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. പട്ടാള കഥകൾ വായിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹം തന്നെ പട്ടാളത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഉത്സാഹം പുതിയ ജനറേഷനിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന വിധത്തിൽ ഒരു ഇൻഫോർമേഷൻ ഗൈഡ് പോലെ ഈ പുസ്തകം എല്ലാ ആളുകളുടെയും കൈകളിൽ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ എത്തണം എന്നതാണ് പുസ്തകം എഴുതിയ ആളുടെ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ലൈബ്രറികൾക്കൊക്കെ ഗ്രേഡ് ലൈബ്രറികൾക്കൊക്കെ പുസ്തകം സൗജന്യമായി തരുന്നുവെന്നാണ്. സ്വാഭാവികമായിട്ടും പുസ്തകോത്സവ സമയത്തൊക്കെ എത്തിച്ചാൽ
മറ്റ് ലൈബ്രറികൾക്ക് വില കൊടുത്തും അത് വാങ്ങാൻ കഴിയും. ഒരു തൊഴിൽ സാധ്യത കൂടി എത്തുക, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന വിഭാഗത്തിലേക്ക് മലയാളികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പാകത്തിലുള്ള പരിശീലനം വർദ്ധിപ്പിക്കുക എന്ന നിലയിലാണ്. താനൂർ ബസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സൽ കേപുരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശ്രമിംസ് മെഡിക്കൽ ഓങ്കോളജി ഡോക്ടർ മുഹമ്മദ് ഷാഫി മുഖ്യാതിഥിയായിരുന്നു. പുസ്തകം കോർഡിനേറ്റ് ചെയ്ത അറക്കൽ രാജകുടുംബാംഗം സിനിത ആദിരാജ, സാജിദ ആദിരാജ, താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് സെക്രട്ടറി പ്രേമനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികളെ കയറ്റും മുമ്പ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധിച്ച മോട്ടോർ വാഹന വകുപ്പ്. തിരുരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുകയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കോവിഡ് മഹാമാരിയെ തുടർന്ന് 1.5 വർഷക്കാലം അടച്ചിട്ട സ്കൂളുകൾ നവംബർ 1 തുറക്കുന്നതിന് മുന്നോടിയായാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങൾ പരിശോധിച്ചത്. വാഹനങ്ങൾ ഓടിച്ചു നോക്കി യാന്ത്രികക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും തിരിച്ചു വീട്ടിലേക്കും സുഗമമായി യാത്ര ചെയ്യണമെന്ന ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. 80ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ 5 വാഹനങ്ങൾ തിരിച്ചയച്ച് അറ്റകുറ്റപ്പണികൾക്കായി നിർദ്ദേശം നൽകി. ഏകദേശം 80ഓളം വാഹനങ്ങൾ നമ്മൾ ഇതുവരെ യാന്ത്രികക്ഷമത പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി. ചില വാഹനങ്ങൾക്ക് ചില പോരായ്മകളുള്ളത് അത് പരിഹരിച്ച് കൊണ്ടുവരാനായിട്ട് തിരികെ വിട്ടിട്ടുണ്ട്. ഇപ്പം അതിനോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും അവരെ കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ലഘുലേഖകളും നൽകുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്തും ഗതാഗത സംവിധാനങ്ങളിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായും യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും ബോധവത്കരണ ക്ലാസും നൽകി. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ പ്രധാന അധ്യാപകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് നൽകിയിരുന്നു. തിരൂരങ്ങാടി ജോയിന്റ് RTO SA ശങ്കരപിള്ളയുടെ നിർദ്ദേശപ്രകാരം MVIമാരായ MK പ്രമോദ് ശങ്കർ, PH ബിജുമോൻ, AMVIമാരായ K സന്തോഷ് കുമാർ, K അശോക് കുമാർ, SG ജസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധനയും ബോധവത്കരണവും സംഘടിപ്പിച്ചത്. വളർത്തുപക്ഷികളെ വീട്ടിലെ കിണറ്റിലും സമീപത്തും ചത്ത നിലയിൽ കണ്ടെത്തി. തെക്കൻ കുറ്റൂർ സ്വദേശി താമരവളപ്പിൽ സുമേഷ് കുമാറിന്റെ വീട്ടിലെ പ്രാവുകൾ, കോഴികൾ എന്നിവയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പോലീസിൽ പരാതി നൽകി. തെക്കൻ കുറ്റൂർ സ്വദേശി താമരവളപ്പിൽ സുമേഷ് കുമാറിന്റെ വീട്ടിലെ കോഴികളെയും പ്രാവുകളെയുമാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പ്രാവുകളെ വീട്ടിലെ കിണറ്റിലാണ് കണ്ടെത്തിയത്. കൂടാതെ വീട്ടിലെ തന്നെ പശുവിനും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട്. മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടറെത്തി പരിശോധന നടത്തി. കോഴിയുടെ ചില ഭാഗങ്ങളും പരിശോധനക്കായി കൊണ്ടുപോയി. എൻ്റെ കോഴിനെ കംപ്ലീറ്റ് ഞാൻ കുരുടായിട്ട് കൊല്ലും, താറാവിനൊക്കെ കൊല്ലുന്നതാണ്. അങ്ങനെ അത് ഭാര്യനോട് പറയും, ഇനി അയാളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായി തൂങ്ങി മരിക്കുന്നവരെ പറഞ്ഞ് വെറുതെ ഒക്കെ കെട്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ കെട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇതുണ്ടായത്, ഇയാൾ വന്നിട്ട് ഇങ്ങനെ കുരുടായിട്ട് കോഴിനെ കൊന്ന് വ്യാഴാഴ്ച. ഇത് വിഷമം കൊടുത്ത് വന്നാണ്. അങ്ങനെ അതിൻ്റെ വായനൊക്കെ ഒരു മഞ്ഞ കേല പോലെ വന്നിരുന്നു. ഞാനൊരു 2-3 കോഴികൾക്ക് വെള്ളം കൊടുത്ത് ഇതാക്കി. പക്ഷേ ആ കോഴികൾ വെള്ളം കുടിച്ചപ്പോൾ ചാവ് ചെയ്ത്. അങ്ങനെ എനിക്ക് സംശയം തോന്നിയിട്ട് ഇതെന്ത് അറിയാൻ വേണ്ടിയാ മറ്റേ പുതിയങ്ങാടി മൃഗാശുപത്രിയിൽ പോയി. അങ്ങനെ ഡോക്ടർ എന്നിട്ട് അതിനെ കീറി നോക്കിയപ്പോൾ അതിൻ്റെ ലിവറിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കുടലൊക്കെ ഉണ്ട് കറുത്തിട്ട് ഒരു ഡാർക്ക് കളറായിരുന്നു. കുടൽ കംപ്ലീറ്റ് ഉരുകി മട്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് സുമേഷ് പറഞ്ഞു. പോലീസുകാർ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ച് സുമേഷല്ലേ വെച്ച് അതെയാണ് എവിടെയാന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ബസ് കാത്തുകാന്ന് താൻ അവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്നാണ്. ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നതാണ്. അങ്ങനെ ഓട്ടോറിക്ഷ വരണ കണ്ടപ്പോൾ അതിൻ്റെ സൈഡിക്കനെ കാക്കിൻ്റെ കാല് കണ്ട്. ആ കാല് കണ്ടപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ സാറ് ചോദിച്ച് എന്താടോ എൻ്റെ പ്രശ്നം ചോദിച്ചു. അപ്പം സാറേ ഇങ്ങനെ കോഴി തന്നെ വിഷം ഇട്ട് വന്നാണ്. തൻ്റെ കോഴി പാർത്തിക്ക് ഇറങ്ങിയെന്നല്ലേ ചോദിച്ചു. പാർത്തിക്ക് വെള്ളമാണ്, പാർത്തിക്ക് കോഴികളൊന്നും ഇറങ്ങലില്ല, പരമ്പത്ത് കൂടി നടക്കലുണ്ട് അല്ലാതെ അങ്ങനെയല്ല. അങ്ങനെ അതിൻ്റെ നെല്ല് കഴുത്തിട്ട് കംപ്ലയിൻറ്റ് ഇട്ടിയാണല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വരിക, അത് ഒത്തുതീർപ്പാക്കുക, ഇന്നത്തോടെ തന്നെ പരിപാടി തീർക്കും, അയാൾ എന്തെങ്കിലും തരും, അത് വാങ്ങാൻ പോവുകയാണ്. നിർധന കുടുംബമായ സുമേഷിന്റെ വരുമാന മാർഗമാണ് ഇല്ലാതായത്. പോലീസിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു സമീപനമല്ല ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുവരെ ആ വംശനാശം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. പശുവിന് വരെയും വിഷം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. പശു ഇന്നലെ മുതൽ രക്തമാണ് പിന്നെ വായിന്ന് പോകുന്നതും പിന്നെ മലത്തിലൊക്കെ മൂത്രത്തിലൊക്കെ രക്തം കലർന്നു വരുന്നു. ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കാൻ കഴിയും? പോലീസ് കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി എന്ന് കാണുന്നു. കാരണം ഒരു പരാതിക്കാരനോട് അയാൾ തരുന്നത് വല്ലതും വാങ്ങിച്ച് സ്ഥലം വിട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസ് എത്തിച്ചേർന്നപ്പോൾ ഈ പോലീസുമായിട്ട് ഈ പ്രതി എന്തോ ഗൂഢാലോചന നടത്തിയെന്നോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആരോപിക്കേണ്ട പിന്നെ രീതി.
നഷ്ടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല, അത് എന്ത് ചെയ്തത് ഒരു മാത്രമല്ല ജീവനുകളാണല്ലോ നശിപ്പിക്കുന്നത്. ഈ ജീവന് തീരെയും വിലയില്ലേ. സുമേഷിന്റെ കിണറ്റിലെ കുടിവെള്ളവും മലിനമായിട്ടുണ്ട്. താനൂർ നഗരസഭയിലെ നഗരശ്രീ ഉത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ പദ്ധതികളുടെ ഭാഗമായി സാമ്പത്തിക സഹായ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. 10 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ലോൺ മേളയുടെ ഭാഗമായി 50 ലക്ഷം രൂപ ലിങ്കേജ് ലോണായി അനുവദിച്ചു. താനൂർ നഗരസഭയിലെ നഗരശ്രീ ഉത്സവത്തിന് സമാപനമായി സമാപന പരിപാടി നഗരസഭാ ചെയർമാൻ പി ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അത് താനൂർ പ്രദേശത്ത് നിന്ന് ഒരു സ്കൂളിലേക്ക് ഒരു 3 ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിലേക്ക് വരുന്നത് 35 കുട്ടികളാണ്. 35 ഉദ്യോഗാർത്ഥികളാണ്. 35 ഉദ്യോഗാർത്ഥികളും അടിസ്ഥാന യോഗ്യത ഒരുപക്ഷെ BEd പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ TTC പറയുകയാണെങ്കിൽ BEdലേക്ക് വരുന്ന കേട്ടക്കും സെറ്റും ഒക്കെ പാസ്സായ ആളുകളാണ്. താനൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ആളുകളാണ്. എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യം, താനൂർ തീരദേശ മേഖലയിൽ പോലും കുട്ടികൾ അധ്യാപക ജോലിക്ക് വേണ്ടിയിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെയും മിനിയാമൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഓരോ പരീക്ഷയിലും മികച്ച വിജയം നേടുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയൊക്കെ ചെയ്ത കുട്ടികൾ ഫുൾ A+ കൂടി വരുന്ന 10ാം ക്ലാസ്സുകാരൻ +2 കാരനൊക്കെ തൊഴിൽ ലഭിക്കാതെ അല്ലെങ്കിൽ ആളുകൾ പഠിച്ച ദേശീയ നഗര ഉപജീവന മിഷനിലൂടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ബോധവൽക്കരണ ക്യാമ്പയിനാണ് നഗരശ്രീ ഉത്സവം. വിവിധ പദ്ധതികളുടെ ഭാഗമായി സാമ്പത്തിക സഹായ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. 10 കുടുംബശ്രീ സംരംഭകർക്ക് സംരംഭം തുടങ്ങുന്നതിനായി 4% നിരക്കിൽ 50,000 രൂപ വീതം കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് നൽകി. വിവിധ സ്കിൽസ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയ 25 പരിശീലനാർത്ഥികൾക്കും സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ്, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതിയുടെ ഭാഗമായി വഴിയോര കച്ചവടക്കാർക്ക് 10,000 രൂപയുടെ ആദ്യഘടവും ലോണും 20,000 രൂപയുടെ രണ്ടാം ഘടു ലോണും വിതരണം ചെയ്തു. 10 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കും ലോൺ മേളയുടെ ഭാഗമായി 50 ലക്ഷം രൂപ ലിങ്കേജ് ലോണായി അനുവദിച്ചു. 1 മാസം നീണ്ടുനിന്ന അയൽക്കൂട്ട രൂപീകരണ ക്യാമ്പയിന്റെ ഭാഗമായി രൂപീകരിച്ച 11 അയൽക്കൂട്ടങ്ങൾക്ക് രൂപീകരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഇതിലൂടെ 150ഓളം സ്ത്രീകളെ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ആരിഫ സ്വാഗതവും NUMLM സിറ്റി മിഷൻ മാനേജർ വിനു TB പദ്ധതി വിശദീകരണം നടത്തി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK ബഷീർ, ജസ്ന ബാനു, ജയപ്രകാശ്, കൗൺസിലർ PT അക്ബർ, സുബൈർ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി മുഹമ്മദ് ഷമീർ, കുടുംബശ്രീ അക്കൗണ്ടന്റ് സമീർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമരങ്ങളെ ആകെ വക്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. തിരൂരിൽ നടന്ന 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സ്വാതന്ത്ര്യ സമരങ്ങളെ വക്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. ഗാന്ധിജിയെയും നെഹ്റുവിനെയും വരെ വിസ്മരിക്കാൻ ശ്രമങ്ങളുള്ള കാലത്ത് മലബാർ കലാപം വർഗീയവൽക്കരിക്കുന്നതിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ടൽ ബ്രെയിൻ ബുക്സ് തിരൂരിൽ സംഘടിപ്പിച്ച 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളും മുസൽമാന്മാരും തോളോട് തോൾ ചേർന്ന് നടത്തിയ പോരാട്ടമായിരുന്നു മലബാർ സമരം എന്ന കാര്യം കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളെയും ഈ മലബാർ സമരത്തെ വക്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വക്രബുദ്ധികളെയും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കലാപബാധിത പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ സുരേന്ദ്രൻ കണ്ടത് എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ ആഴമേറിയ സൗഹൃദമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷമായിരുന്നില്ല ഈ കലാപം എന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഈ സ്നേഹബന്ധമാണ്. അതാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഈ മലബാർ പ്രദേശത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന മലബാർ പ്രദേശത്ത് ഏതെങ്കിലും രീതിയിൽ മലബാറിലെ ഈ സമരം വർഗീയമായിരുന്നുവെങ്കിൽ ആ പുതിയ തലമുറയിലൂടെ വന്ന നമ്മളും നമ്മുടെ പേരമക്കളും അതിന് പ്രതികാരം ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്ന കാര്യമാണ് ഇവിടെ ആലങ്കോട് ചോദിച്ചത്. 100% ശരിയാണ്. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സാക്ഷ്യപത്രം. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സുരേന്ദ്രന്റെ എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ഒരുപക്ഷെ നാളെ ചരിത്രം നെഞ്ചേറ്റാൻ പോകുന്ന ഒരു പുസ്തകമാണ് 1921 പോരാളികൾ വരച്ച ദേശഭൂപടം. കുറുക്കോളി മൊയ്തീൻ MLA, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, A ശിവദാസൻ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരി, ഷെരീഫ് മേലേതിൽ എന്നിവർ സംസാരിച്ചു. തിരു നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, കൗൺസിലർ അബ്ദുൽ സലാം, P സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ P സുരേന്ദ്രൻ രചിച്ച ടൽ ബ്രെയിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച 1921 പോരാളികൾ രചിച്ച ദേശഭൂപടങ്ങൾ യാത്രാ പുസ്തകത്തിന്റെ പ്രകാശനം വേദിയിൽ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് നിർവഹിച്ചു. റഫീഖ് ബനുമുഖ് സ്വാഗതവും K മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ത്രിപുരയിലെ വ്യാപക ആക്രമണം തിരൂരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു.
ത്രിപുരയിൽ മുസ്ലിങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ നടന്ന ഹിന്ദുത്വ ആക്രമണം ഭരണകൂട ഒത്താശയോടെയാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ പറഞ്ഞു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരൂരിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വേഗത കൂടിക്കൊണ്ട് പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഔപചാരികമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു ഹിന്ദുവിൻ്റെ, മുസ്ലിമിൻ്റെ, അമുസ്ലിമിൻ്റെ മനസ്സിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ട, രാജ്യത്ത് അപകടകരമായ ഒരു ജനവിഭാഗമാണെന്നും ഏതവസരത്തിലും ഒരു വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ ആദ്യത്തെ കിട്ടിയ അവസരത്തിൽ തന്നെ വാളും വടിയുമായി വന്ന് ഈ വിഷപ്പാമ്പിനെ തല്ലേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് അമുസ്ലിങ്ങളെ ബോധപൂർവം മാറ്റിയെടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ജില്ലാ പ്രസിഡന്റ് സാലിഹ് വളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജാഫർ എടപ്പാൾ, ജലീൽ എടപ്പാൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സംഗമത്തിന്റെ മുന്നോടിയായി തിരു താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് തിരു ഡിവിഷൻ പ്രസിഡന്റ് CH ബഷീർ, സെക്രട്ടറി K അബ്ദുറഹ്മാൻ, ഹമീദ് മുറിവഴിക്കൽ, നൌഷാദ് തിരുനാവായ, നൌഷാദ് കുറ്റിപ്പുറം, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളത്. ഒഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് CPM ഒഴൂർ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ശിവദേവ ചക്രവർത്തിയെ തെരഞ്ഞെടുത്തു. ഒഴൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച മാലിന്യങ്ങൾ ഒഴൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഒഴൂർ പഞ്ചായത്തിലെ തോടുകളുടെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും CPM ഒഴൂർ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അയ്യപ്പനിട വഴി സഖാവ് കോരുവട്ടം നഗറിൽ നടന്ന സമ്മേളനം KS കരീം പതാക ഉയർത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സമ്മേളനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് സമ്മേളനം. പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലുള്ള മെമ്പർമാർ CM PM വ്യത്യാസമില്ലാതെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുക്കും. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ചേർന്നതായിരിക്കും ലോക്കൽ സമ്മേളനം. KP ഷാജി, KB പ്രജിത, ശിവദേവ ചക്രവർത്തി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സെക്രട്ടറി CK ജനാർദ്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KS കരീം രക്തസാക്ഷി പ്രമേയവും KP ഷാജി അനുശോചന പ്രമേയവും മനു വിശ്വനാഥ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ, ഏരിയ സെക്രട്ടറി KT ശശി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PP സൈദലവി, V അബ്ദുറസാഖ്, KTS ബാബു, അഷ്കർ കോറാട്, ബാലകൃഷ്ണൻ ചുള്ളിത്ത് എന്നിവർ സംസാരിച്ചു. ശിവദേവ ചക്രവർത്തിയെ സെക്രട്ടറിയായി 14 അംഗ ലോക്കൽ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വർദ്ധിപ്പിച്ച നിരക്കുകളിൽ നേരിയ കുറവ് വരുത്തി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. വർദ്ധിപ്പിച്ച നിരക്കുകളിൽ നേരിയ കുറവ് വരുത്താനും ചില സേവനങ്ങളുടെ നിരക്കുകൾ അതേപടി നിലനിർത്താനും തീരുമാനമായിട്ടുണ്ട്. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിവിധ സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിച്ച ആശുപത്രി മാനേജ് കമ്മിറ്റി തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. വിവിധ യുവജന സംഘടനകൾ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിരക്ക് കുറയ്ക്കുന്ന കാര്യം പുനരാലോചിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരക്കുകളിൽ ചെറിയ തോതിൽ മാറ്റം വരുത്താനും പഴയത് ചിലതൊക്കെ അതുപോലെ നിലനിർത്താനും തീരുമാനിച്ചതായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ഇസ്മായിൽ പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് മാത്രമായി വർധന ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ ആ വർധനവിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താനും പഴയത് ചിലതൊക്കെ അതുപോലെ നിലനിർത്താനും വേണ്ടി തീരുമാനിച്ചു. അതിൽ പ്രധാനമായിട്ടും ECGക്ക് 100 രൂപ ഉള്ളത് 60 രൂപയാക്കി, പഴയതുപോലെ തന്നെ 60 രൂപയാക്കി നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വർധനവുകളൊക്കെ ഏറെക്കുറെ മറ്റ് താലൂക്ക് ജില്ലാ ആശുപത്രികളോട് സമാനമായിട്ടുള്ളതൊക്കെ പരിശോധിച്ചെന്നും അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തതിൻ്റെ ലിസ്റ്റ് പ്രകാരം അതുപോലത്തെ ആ വിവരങ്ങൾ പ്രകാരമാണ് നമ്മൾ അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് താലൂക്ക് ആശുപത്രി തിരൂരങ്ങാടിക്ക് മാത്രമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ECG 100 രൂപയായി വർദ്ധിപ്പിച്ചതിൽ നിന്ന് 60 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. എക്സ്റേയുടെ നിരക്ക് 100 രൂപയാക്കിയിരുന്നത് 90 രൂപയായി നിജപ്പെടുത്തി. ഇത് ജില്ലയിലെ മറ്റ് ആശുപത്രികളിലും 90 രൂപയാണ്. ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫീസ് 100 രൂപയാക്കി നിലനിർത്തി. ഫിസിയോതെറാപ്പിക്ക് 60 രൂപയായിരുന്നത് 70 രൂപയാക്കുകയും ഫിസിയോതെറാപ്പി പാക്കേജ് 500 രൂപയായിരുന്നത് 800 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. സർജറിക്ക് 150 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ 250 രൂപ കൂട്ടാനായിരുന്നു തീരുമാനം. രക്തപരിശോധന കൊളസ്ട്രോളിന് 30 രൂപയാക്കി നിജപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. HMC ഫണ്ട് വർധനയല്ല ഇപ്പോൾ നഗരസഭ ലക്ഷ്യമിടുന്നതെന്നും CP ഇസ്മായിൽ വ്യക്തമാക്കി. പ്രയാസം എന്ന് പറയാൻ മാത്രമുള്ള ഒരു വർധനവ് നമ്മൾ വരുത്തിയിട്ടില്ല. പ്രധാനമായിട്ടും HMCയുടെ ഒരു ഫണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് HMCയുടെ ഫണ്ടിൽ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ ഈ ഒരു വർധനവ് കൊണ്ട് HMCയിലെ ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. നിലവിൽ OP ടിക്കറ്റും അതേപോലെ തന്നെ വിസിറ്റേഴ്സ് പാഴ്സലൊക്കെ വർധനവ് വരുത്തിയെങ്കിൽ മാത്രമേ HMC ഫണ്ടിൽ വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പല ആശുപത്രികളിലും OP ടിക്കറ്റ് 10 രൂപയും വിസിറ്റേഴ്സ് പാസ് 10 രൂപയൊക്കെ ആക്കിയപ്പോഴും നമ്മളിപ്പോഴും ആ 5 രൂപ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊരു വർധനവ് നമ്മൾ വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചേർന്ന LDF UDF അംഗങ്ങൾ ഉൾപ്പെട്ട HMC യോഗത്തിലാണ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതോടെ ചാർജ് വർധന പിൻവലിക്കുന്ന കാര്യം പുനരാലോചിക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കിയിരുന്നു. നവംബർ 1 മുതലാണ് നിരക്ക് പ്രാബല്യത്തിലാക്കാൻ തീരുമാനിച്ചിരുന്നത്. കോവിഡ് മൂലം HMCക്കുള്ള വരുമാനം കുറഞ്ഞതിനെ തുടർന്നായിരുന്നു നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. സംസ്ഥാന എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി ഗാന്ധി ജയന്തി മാസാചരണത്തോടനുബന്ധിച്ച് തിരൂർ ബസ് സ്റ്റാൻഡിൽ ദീപം തെളിയിക്കൽ സംഘടിപ്പിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി ഗാന്ധി ജയന്തി മാസാചരണത്തോടനുബന്ധിച്ച് തിരൂർ ബസ് സ്റ്റാൻഡിൽ ദീപം തെളിയിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ പോലും മദ്യവും മയക്കുമരുന്നും അതേപോലെയുള്ള കഞ്ചാവടക്കമുള്ള വസ്തുക്കളുടെയും വിൽപ്പനക്കാരും വിതരണക്കാരും അതിലേറെ അതിൻ്റെ ഉപയോക്താക്കളുമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഏതൊരു മനുഷ്യസ്നേഹിയാണ് വേദനിപ്പിക്കാതിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനെതിരായി ശക്തമായ പ്രചാര പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ അനിവാര്യമാണ്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് അധ്യക്ഷനായിരുന്നു. തിരു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സമത് പ്രസന്റ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് ധനേഷ്, ചേംബർ എക്സിക്യൂട്ടീവ് അംഗം MP മൊയ്തുഷ, പൊതുപ്രവർത്തകരായ ഖാദർ കോരങ്ങത്ത്, ഒമർ, ഗഫൂർ, നൌഷാദ് പരനേക്കാട്, അനീഫ പാങ്ങാട്ട്, സബീറ, മഞ്ജു, ഹബീബ്, ഫാസിൽ, അനാര, യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ 152ാം ജന്മവാർഷിക മാസാചരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും സംയുക്തമായി താനൂർ ഫ്രീഡം സ്ക്വയറിൽ ദീപം തെളിയിച്ചു. പരിപാടി നഗരസഭാ കൗൺസിലർ PT അക്ബർ ഉദ്ഘാടനം ചെയ്തു. ലഹരിയിൽ നിന്നും മോചനം, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി വിമുക്തി മിഷൻ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് താനൂരിൽ പരിപാടി സംഘടിപ്പിച്ചത്. താനൂർ ഫ്രീഡം സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ PT അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ E കുമാരി അധ്യക്ഷയായിരുന്നു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫസൽ റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ഗണേശൻ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജിത സ്വാഗതം പറഞ്ഞു. 152 ദീപങ്ങളാണ് തെളിയിച്ചത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് 7167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 65158 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,72,248 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 6439 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 7167 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 1046, തിരുവനന്തപുരം 878, തൃശൂർ 753, കോഴിക്കോട് 742, കൊല്ലം 592, ഇടുക്കി 550, കോട്ടയം 506, പത്തനംതിട്ട 447, പാലക്കാട് 339, മലപ്പുറം 334, കണ്ണൂർ 304, ആലപ്പുഴ 270, വയനാട് 269, കാസർഗോഡ് 137 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,158 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 14 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 7 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 18 വരെയുള്ള 146 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 31,681 ജില്ലയിൽ 334 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 5.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 22,251 പേർ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. 560 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 42,78,372 ഡോസ് കോവിഡ് വാക്സിനാണ് വിതരണം ചെയ്തത്. ജില്ലയിൽ ഞായറാഴ്ച 334 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു.
5.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കോടെ 325 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 5 പേർക്ക് ഉറവിടം അറിയാതെയുമാണ് രോഗം ബാധിച്ചത്. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 4 പേർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 560 പേരാണ് ഈ ദിവസം കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 5,60,138 ആയി. താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളെന്ന് നവംബർ 2-ന് UDF ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് UDF നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ജനദ്രോഹ നടപടികളിലും വഞ്ചനാ സമീപത്തിലും പ്രതിഷേധിച്ച് നവംബർ 2-ന് ചൊവ്വാഴ്ച UDF ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം 1000-ഓളം അപേക്ഷകൾ പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കുകയോ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയോ ഇതുവരെയും നടന്നിട്ടില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെ വോട്ടുകൾ സ്വാധീനിക്കാനായി അപേക്ഷകൾ ഇടതാംഗങ്ങൾ വാങ്ങിവെച്ചതും ഇപ്പോൾ ഭരണസമിതിക്ക് വിനയായി മാറിയിരിക്കുകയാണെന്നും കൃഷി ഓഫീസിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും നിർവഹണ ഉദ്യോഗസ്ഥരില്ലാത്തതും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിനെ സമീപിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൃഷി ഓഫീസായാലും NRJC ആയാലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ലാത്ത ഒരു പ്രയാസം നടക്കുന്നുണ്ട്. കൃഷി ഓഫീസ് തന്നെ കുറേ മുന്നേ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു പത്രസമ്മേളനം വിളിച്ചതായിരുന്നു. കൃഷി ഓഫീസർ കൊല്ലങ്ങളായിട്ട് കൃഷി ഓഫീസർ ഇല്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു താനാളൂർ പഞ്ചായത്ത്. ജനങ്ങൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നേരെ പോകുന്നില്ല. ഇതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ധർണാ സമരം സംഘടിപ്പിക്കുന്നത്. കേരയിൽ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയൊഴിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് താനാളൂർ. വ്യാപകമായി ജനങ്ങളെ കുടിയൊഴിപ്പിച്ചും സംസ്ഥാനത്തിന് താങ്ങാവുന്നതിനപ്പുറം കടം വരുത്തിവെച്ചും നടപ്പിലാക്കുവാൻ പോകുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും UDF ജനപ്രതിനിധികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ PS ഹമീദാജി, TP റസാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ചാത്തിരി സുലൈമാൻ, ഫാത്തിമ ബിവി, ഷബിന ആഷിഖ്, തെയ്യമ്പാടി സെയ്ദലവി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുണമേന്മയുള്ള ഗൃഹോപകരണങ്ങൾ ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗുണമേന്മയുള്ള ഗൃഹോപകരണങ്ങളുമായി ഹോം വേൾഡ് തിരൂർ സെൻട്രൽ തിയേറ്ററിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. തിരൂരിന്റെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഹോം വേൾഡിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. എല്ലാവിധ ഗൃഹോപകരണങ്ങൾക്കും 10 മുതൽ 70% വരെ ഡിസ്കൗണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഹോം വേൾഡ് നൽകുന്നത്. കൂടാതെ എല്ലാവിധ കമ്പനി സെക്കൻഡ് ഗൃഹോപകരണങ്ങളും ലഭ്യമാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഭാവ, നജീബ് മംഗലം, സതീശൻ മാവുംകുന്ന്, KMK മുസ്തഫ, സബ്ക ഷാഫി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകളിൽ തിങ്കളാഴ്ച ബെൽ മുഴങ്ങും. വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത് പ്രവേശനോത്സവത്തോടെ. വെട്ടുകേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. താനൂർ അഞ്ചുടി സ്വദേശി മുത്താട്ട് റാസിക്കിനെയാണ് താനൂർ പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. 13 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. സ്വാതന്ത്ര്യ സമരങ്ങളെയാക്കി വക്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് TN പ്രതാപൻ MP. 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന സെമിനാർ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 7167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 334 പേർക്ക് രോഗം, 560 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.